ചെയ്യുന്നതെന്നറിയോ? അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇന്ന് നമ്മളൊരു കസ്റ്റമർ ഉണ്ടല്ലോ, നമ്മളെ വീട്ടിലേക്ക് സാധനം എത്തിച്ചേരാന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ എന്താ സാധനം എന്ന് ചോദിച്ചാൽ അവർ കല്യാണം കഴിഞ്ഞിട്ട് 2 ഡേയ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അവരുടെ വരമാല നമുക്ക് ഫ്രഷ് ആയിട്ട് നമ്മളെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് തന്നിട്ടുണ്ട്. ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഫ്രഷ് ഫ്ലവേഴ്സ് എങ്ങനെ പ്രിസർവ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറേ ഇയേഴ്സ് മുമ്പുള്ള ഫ്ലവേഴ്സാണ് ഞങ്ങളെ കയ്യിലുള്ളത്, അതെങ്ങനെ പ്രിസർവ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഫ്രഷ് ഫ്ലവേഴ്സ് എങ്ങനെയാണ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നതെന്നാട്ടോ നോക്കുന്നത്. ഇതുപോലത്തെ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് റെസിൻ വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആദ്യം നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേരാണ് സിൽക്ക ജെല്ല് അല്ലെങ്കിൽ സിൽക്ക സാൻഡ് എന്നൊക്കെ പറയും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് ബോട്ടിൽസ് ഒക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ചെറിയ പാക്കറ്റ് ഉണ്ടാവില്ലേ, അതിൽ കണ്ട ഈ ജെല്ലാണ് കേട്ടോ ഈ സിൽക്ക ജെല്ല് എന്ന് പറയുന്നത്. ആൾ ഇത്ര ചെറുതാണെങ്കിലും ആൾ നിസാരക്കാരനല്ല. നമ്മളെ ഫ്ലവേഴ്സിൻ്റെ കളറൊന്നും ഫെയ്ഡ് ആവാതെ നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് കയ്യിൽ കിട്ടും. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ എന്തെങ്കിലും ബോക്സ് എടുത്തിട്ട് ആദ്യം നമ്മൾ ഈ സാൻഡ് ഇടുക, പിന്നെ അതിന് ശേഷം നമ്മൾ ഫ്ലവേഴ്സ് ഇങ്ങനെ നിരനിരയായി വെക്കുക. പിന്നീട് നമ്മൾ വീണ്ടും സാൻഡ് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ലിഡ് ക്ലോസ് ചെയ്തിക്കാണ്ട് ഒരു 2 or 3 ഡേയ്സ് നമ്മൾ വെക്കണം. അതിനുശേഷം നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ.